അങ്ങനെ ഇന്നത്തെ പരിപാടി പാക്കേജിൻ്റെ 7ാമത്തെ ദിവസമാണ്. ഇപ്പോൾ രാവിലെ വണ്ടിയിലിങ്ങനെയാണ് കിടക്കുന്നത്, നമ്മൾ ക്രോസാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ റൂമുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അവിടെ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. പിന്നെ കൂർക്കം വലി തന്നെ ഉറക്കം വരത്തില്ല, പിന്നെ കൊതുകുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയിൽ തന്നെ കിടന്നു. അപ്പോൾ രാവിലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. രാവിലെ നമ്മൾ കിളി പണി തന്നുണ്ടോ, വണ്ടിയെ മൊത്തം അഴുക്കായിരുന്നു. പിന്നെ നേരെ കുളിക്കാൻ പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നും ഇഡ്ഡലിയാണ് കഴിച്ചത്. അവിടെ തന്നെയായിരുന്നു കേട്ടോ, ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇഡ്ഡലി കഴിച്ചു. പിന്നെ നേരെ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ പോകുന്നത് കോവളത്തേക്കാണ്. ആദിശക്തി എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ അങ്ങോട്ടുള്ള വഴിയാണ് ഇത് കണ്ടോ, ഭയങ്കര മോശം വഴിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദിശക്തി എത്താറായി. അങ്ങനെ ആദിശക്തി എത്തി കേട്ടോ. ഇനി അവരൊരു 5 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ലൈറ്റ് ഹൗസിൽ പോകണം, ലൈറ്റ് ഹൗസ് ബീച്ചിൽ. അങ്ങനെ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അവർ റിസപ്ഷനിലോട്ട് പോയി. അങ്ങനെ ഞാൻ നേരെ ബാബുച്ചേൻ്റെ പാർക്കിങ്ങിലോട്ട് പോയി. പാർക്കിങ്ങിലേക്ക് ചെന്നപ്പം പിന്നെ ഊണ് കഴിക്കുന്ന സമയമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ചേച്ചിയുടെ ഊണായിരുന്നു. മീൻകറി ഉണ്ടായിരുന്നു. കറികളൊക്കെ കുറവാണെങ്കിലും നല്ല ഫുഡായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അവരെ കൂട്ടാൻ വേണ്ടി നേരെ ഇനിയും ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇനിയും ഹോട്ടലിൽ ചെന്നിട്ട് ഞങ്ങളിനിയും പോകുന്നത് ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഹോട്ടലെത്തി. അവർ കറക്റ്റ് ടൈമിൽ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലൈറ്റ് ഹൗസിലേക്കാണ്. അങ്ങനെ ഗസ്റ്റ് വന്നു. നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ല മഴക്കോളുണ്ടായിരുന്നു. ചിലപ്പം പണി കിട്ടും, വൈകുന്നേരം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ലൈറ്റ് ഹൗസ് എത്തി. അവരെ വിട്ടിട്ട് ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോയി. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയൊരു ചായ കുടിച്ചു, ഒരു പരിപ്പുടയും കഴിച്ചു. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5:45 അപ്പോൾ 6 മണിയായപ്പം ഗസ്റ്റ് എന്നെ വിളിച്ചു. മഴയാണ്, താഴോട്ടിറങ്ങി വരാമെന്ന് പറഞ്ഞത്. താഴോട്ടിറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. പണി കിട്ടി, അവിടെ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ അവരെ ഹോട്ടലിൽ ആക്കിയിട്ടിട്ട് നേരെ ബാബുച്ചേൻ്റെ പാർക്കിങ്ങിൽ വന്നേ. ആ അറ്റത്തെ റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ല ചള്ളയുണ്ടായിരുന്നു. ഇനി നേരെ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ കൊച്ചിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 6-6.5 മണിക്കൂർ എടുക്കും കൊച്ചി എത്താൻ വേണ്ടി. ഇതൊരു ഹോട്ടലാണ്. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച് ചേച്ചിയുടെ കടയിൽ തന്നെ പോയി. അങ്ങനെ ഞാൻ ഇടിയപ്പം മുട്ടക്കറിയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ബാബുച്ചേൻ്റെ റൂമിൽ വന്നു. ഇനിയും കിടക്കാനുള്ള പരിപാടിയാണ്. ഇനി നാളെ രാവിലെ 10 മണിക്ക് അവരെ പിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.